എൻ്റെ ആകാശവാണി ജീവിതകാലത്തിനെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ സംഗീത സംവിധായകനായിരുന്നു എം.ജി. രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ ആകർഷണീയതയും അതിനപ്പുറം അദ്ദേഹത്തിൻ്റെ വേഗവുമാണ് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയത്. 15 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ഒരു പാട്ടൊക്കെ ട്യൂൺ ചെയ്തെടുക്കും. അത്രയ്ക്ക് വേഗമായിരുന്നു അദ്ദേഹത്തിന്. സാഹിത്യം ഐച്ഛിക വിഷയമായി ഡിഗ്രി പഠിച്ചുള്ള എം.ജി. രാധാകൃഷ്ണൻ സാഹിത്യ ഭംഗിയിലും വളരെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ലളിതഗാനങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം ട്യൂൺ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ലളിതഗാനങ്ങളിലെല്ലാം നല്ല സാഹിത്യ ഭംഗിയുണ്ട്. പലപ്പോഴും ഈ ട്യൂണിന് വേണ്ടി വാക്കുകൾ മുറിക്കുമ്പോൾ അർത്ഥവ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു എം.ജി. രാധാകൃഷ്ണൻ. കാരണം BA മലയാളം പഠിച്ചതിൻ്റെ ഒരു ശക്തിയായിരുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത്. ഒരിക്കൽ അദ്ദേഹമായുള്ളൊരു ബന്ധം, അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഞങ്ങളൊക്കെ ഒന്നിച്ച് ജോലി ചെയ്ത ഗായകൻ G. വേണുഗോപാൽ പങ്കുവയ്ക്കുകയുണ്ടായി. ഫാസിലിൻ്റെ മണിച്ചിത്രത്താഴ് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം ആ ചിത്രത്തിലെ സംഗീത സംവിധായകൻ എം.ജി. രാധാകൃഷ്ണനായിരുന്നു. ഇടവേളകളിൽ ആകാശവാണിയിൽ ഇറങ്ങിപ്പോയിട്ടായിരുന്നു അദ്ദേഹം പലപ്പോഴും ഈ ഇതിലെ ഹിറ്റായ പാട്ടുകൾക്കൊക്കെ മ്യൂസിക് ഇട്ടത്. അത് ഒരിക്കൽ അദ്ദേഹം ഇതിൻ്റെ മ്യൂസിക്കൊക്കെ കൊടുക്കാൻ പോയിട്ട് തിരിച്ചെത്തുമ്പോൾ വല്ലാത്ത ഭ്രാന്തമായൊരു അവസ്ഥയിലായിരുന്നു എന്നാണ് വേണുഗോപാൽ ഓർമ്മിക്കുന്നത്. അദ്ദേഹം വേണുവിനോട് പറഞ്ഞു, ഞാൻ സിനിമാ സംഗീതം ഉപേക്ഷിക്കാൻ ആലോചിക്കുക, എനിക്ക് മടുത്തുന്നേ അദ്ദേഹം പ്രഖ്യാപിച്ചു. ആകാശവാണിയിലെ സ്വതന്ത്ര സംഗീത സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായി സിനിമയിലെ തിരുത്തലുകളും ഇടപെടലുകളും അദ്ദേഹത്തിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മടുത്തിട്ട് ഇത് ഉപേക്ഷിച്ചാലോ എന്ന് ആലോചിച്ചെന്നാണ് വേണുഗോപാൽ പറയുന്നത്. മണിച്ചിത്രത്താഴിൽ നിന്നും ഒഴിവാകാനായി 23 ദിവസം മെഡിക്കൽ ലീവ് എടുത്ത് തിരുമലിനായി എം.ജി. രാധാകൃഷ്ണൻ സ്ഥലമിട്ടു. പക്ഷേ രാധാകൃഷ്ണൻ്റെ അത്തരം അടവൊന്നും ഫാസിലിനോട് ഫലിച്ചില്ല. മടങ്ങിയെത്തിയപ്പോൾ സംവിധായകൻ ഫാസിൽ എം.ജി. രാധാകൃഷ്ണനോട് കാത്തിരിക്കുകയായിരുന്നു. പിന്നീടുള്ളത് ചരിത്രമാണ്. മണിച്ചിത്രത്താഴിൽ എം.ജി. രാധാകൃഷ്ണൻ ചെയ്ത പാട്ടുകളെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായി മാറി. കഠിനാധ്വാനികൾ പലപ്പോഴും കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കും. ചിലർ സമ്മർദ്ദം താങ്ങാനാകാതെ ആ ജോലി തന്നെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു എന്ന് വരും. നമ്മളൊരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ ഒരു ചെറിയ ഇടവേള എടുത്ത് മനസ്സൽപ്പം ശാന്തമാക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടാത്ത വ്യക്തത മനസ്സ് സ്വസ്ഥമാകുമ്പോൾ കിട്ടും. എം.ജി. രാധാകൃഷ്ണൻ ഇടവേള എടുത്ത് മനസ്സ് ശാന്തമാക്കിയപ്പോൾ മലയാളത്തിൽ ലഭിച്ചത് ഏറ്റവും ലാവണ്യ ഭംഗിയുള്ള അപൂർവ സുന്ദരമായ കുറേ പാട്ടുകളായിരുന്നു എന്ന് ഓർമ്മിക്കുക. ചില ആൾക്കാർ പറയും വൈകാരികമായി നമ്മൾ തീരുമാനമെടുക്കരുത്. നമുക്ക് ആരോടെങ്കിലും കലിപ്പ് തോന്നുമ്പോൾ നമ്മളൊരു കത്തെഴുതി വയ്ക്കും. പക്ഷേ നിങ്ങളെ കത്തന്ന് പോസ്റ്റ് ചെയ്തു എഴുതി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ എടുത്ത് വെച്ച് ഒന്നുകൂടെ വായിച്ചു നോക്കും. ചിലപ്പോൾ വികാര വായ്പിൽ എഴുതിയ കത്ത് നമ്മൾ പോസ്റ്റ് ചെയ്തില്ല എന്ന് വരും. അങ്ങനെ എത്രയോ കത്തുകൾ കുട്ടയിൽ വീണ് കാണും. അപ്പോൾ നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് അധ്വാനം നടത്തുന്ന സമയത്ത് വേണ്ടാത്ത അഭിപ്രായങ്ങൾ പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കിടയിൽ കണ്ടുമുട്ടിയെന്ന് വരും. അവർ നമ്മളെ ബോറടിപ്പിച്ചെന്നും വരും. മാത്രമല്ല ഒരിക്കലും അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ പല മലയാളികളും നല്ല താല്പര്യമെടുക്കും. ഇപ്പം റോക്കറ്റ് വിക്ഷേപണത്തെക്കുറിച്ച് ചോദിച്ചാലും BA മലയാളം പഠിച്ച ഒരാൾ ചിലപ്പോൾ മറുപടി പറഞ്ഞെന്ന് വരും. അപ്പോൾ അത് അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ മലയാളി സമൂഹത്തിൽ ചില ആളുകൾക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളെ മാനസികമായി തളർത്തിയെന്നും വരും. പക്ഷേ ആ തളർത്തലിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അതിൽ വികാര വിക്ഷോഭത്തിലാകാതെ അല്ലെങ്കിൽ വികാരം കൊള്ളാതെ സ്വല്പം അവധിയെടുത്ത് അങ്ങോട്ട് മാറി നിൽക്കുക. മനസ്സ് ശാന്തമായി കാർമേഘങ്ങളൊക്കെ പെയ്തൊഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ വീണ്ടും ആലോചിക്കുക. പിന്നെ നിങ്ങളുടെ വഴി ക്ലിയറാവും. മറ്റേ കുറ്റാക്കുറ്റിരുട്ട് മാഞ്ഞു പോകും. വികാരത്തിൻ്റെ ഇരുട്ട് മായുമ്പോൾ നേരെ നടന്നേക്കുക, ലക്ഷ്യത്തിലെത്തും.